അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ പരാതിയുമായി നിരവധി പേർ രംഗത്ത്. ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂറായി പണം സ്വീകരിച്ച് ജ്വല്ലറി ഉടമ 2000 കോടിയിലേറെ രൂപ തട്ടിയെടുത്തു. മതം പറഞ്ഞും മതനേതാക്കളെ ഉപയോഗിച്ചുമാണ് തട്ടിപ്പ് നടത്തിയതെന്നും പരാതി. കാരണം 1 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ 2000 രൂപ മാസം അതിൻ്റെ ലാഭം കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് ഇതിൽ വെച്ച് കൊടുത്തത്. പിന്നെ നിങ്ങളുടെ സ്വർണ്ണം ഇട്ടിട്ട് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസ തരും, അല്ല സ്വർണ്ണമാണ് തിരിച്ചു തരേണ്ടതെന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണം നിങ്ങൾക്ക് എത്ര സ്വർണ്ണം നിങ്ങൾ ഇട്ടോ ആ സ്വർണ്ണം എത്ര കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിലും ആ സ്വർണ്ണം പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് ആ സ്വർണ്ണം തിരിച്ചു തരുമെന്നുള്ള വാഗ്ദാനം ചെയ്തിരുന്നു. പണിക്കൂലി രഹിത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായി പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാണ് അൽ മുക്താദിർ ജ്വല്ലറി തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്ത് 50ലധികം ബ്രാഞ്ചുകളിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തുവെന്നാണ് പരാതി. സ്വർണം വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കളെ പറഞ്ഞ് വിശ്വാസത്തിലെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. ഇവര് നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞ് 17.5% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിലവിലുള്ള പൈസയും സ്വർണവും കൂടെ വിറ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഇപ്പം നമുക്ക് സ്വർണവും ഇല്ല, പൈസയും ഇല്ല. അങ്ങനെ പരിചയമുള്ളത് അവിടെ ഷോപ്പിൽ വെച്ച് കണ്ട് പരിചയമാണ് മുഹമ്മദ് ഷാൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ. അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മൻസൂറിനെതിരെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി 300ലധികം FIRകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മക്കളെ കെട്ടിക്കാനുള്ളതുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിനുണ്ട്, അങ്ങനെ പല സാമൂഹികമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ കൊണ്ടിട്ടത്. 13 ഇട്ടവരുണ്ട്, അത് വളരെ കൂടുതൽ ഇട്ടവരുമുണ്ട്. അവരെ ഇരുട്ടിയിരുന്ന സ്വർണ്ണങ്ങളും പഴയ സ്വർണ്ണങ്ങളും പുതിയ സ്വർണ്ണങ്ങളും പൈസ എല്ലാം അവർ കൊണ്ട് നിക്ഷേപിച്ചു. പണം നഷ്ടപ്പെട്ടതിൽ കൂടുതൽ പേരും കൊല്ലം ജില്ലയിൽ നിന്നുള്ളവരാണ്. പ്രധാനമായും ഇസ്ലാമിക വിശ്വാസികളെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഉപഭോക്താക്കളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഇസ്ലാം മത പണ്ഡിതന്മാരെ ഉപയോഗിച്ചുവെന്നും ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. നമ്മുടെ വീടുകളിൽ ഈ മുസ്ലിയാക്കന്മാരെ ഒക്കെ ബന്ധപ്പെടുത്തി പള്ളിയിലെ ഉസ്താദ്മാരൊക്കെ നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകുമ്പോൾ പറഞ്ഞു വിടും, ഇതുപോലെ നല്ല ഒരു സംരംഭമാണ്, നിങ്ങളുടെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പലിശ അല്ല, ഇത് നല്ലൊരു തുകയായിട്ട് കിട്ടും. അത് മൻസൂറിന്റെ തട്ടിപ്പിനിരയായതിൽ കൂടുതലും സാധാരണക്കാരാണ്. കല്യാണ ആവശ്യങ്ങൾക്കടക്കം കരുതി വെച്ച തുകയാണ് ജ്വല്ലറിയിൽ നിക്ഷേപിച്ചതെന്നും നിക്ഷേപകർ പറയുന്നു. എത്രയോ പാവങ്ങൾ ഇതായി നിൽക്കുന്ന ഈ മനുഷ്യൻ 2 പെൺകുട്ടികളുമായി ഗൾഫിൽ നിന്ന് വന്ന് ഉള്ള വസ്തു വിറ്റുകൊണ്ടിട്ടതാണ് ഇതായി നിൽക്കുന്നത്. എൻ്റെത് ഞാൻ പിന്നെ പറയാം, കെട്ടിക്കാരെ ഉള്ളതാണ്. ആ 25 ലക്ഷം രൂപയായിട്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പ്രായം കഴിഞ്ഞു കിട്ടിയിരിക്കുന്നത്. ആ ഇട്ട ഏജന്റിനോട് പോയി ചോദിക്കുമ്പോൾ നിങ്ങൾ കേസിനൊന്നും പോകായിരുന്നു, പൈസ തരാമെന്നുകൊണ്ട് ഇത്രയും നാൾ അവരെ അങ്ങനെ ഇട്ടിരുന്നു. സ്വർണം വാങ്ങാനെത്തിയവരെ പണം കടയിൽ സൂക്ഷിക്കാമെന്നും ആവശ്യ സമയത്ത് പണിക്കൂലിയില്ലാതെ സ്വർണം നൽകാമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിൽ സമാഹരിച്ചത് 2000 കോടിയിലേറെയാണ്. തട്ടിപ്പ് നടത്തിയ ശേഷം മൻസൂർ രാജ്യം വിട്ടതായും പരാതിക്കാർ പറയുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഈ ഇൻകം ടാക്സ് ചെക്കിങ്ങിൻ്റെ മറവിലാണ് ഇദ്ദേഹം ഇതെല്ലാം മുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ചാക്കിൽ വാരിക്കെട്ടി ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ ഏതോ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയതായിരിക്കുന്നതാണ്. അവരുടെ സങ്കേതം എവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ്. ഇപ്പോൾ 300ഓളം FIRകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഇദ്ദേഹത്തിന് എതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്തരം വെട്ടിപ്പുകാർക്കെതിരെ ശക്തമായ ഒരു നിയമനിർമ്മാണം നമുക്ക് ആവശ്യമായ ഒരു ഘട്ടമാണിത്. സർക്കാർ തലത്തിൽ നടപടിയെടുത്ത് മൻസൂറിനെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ജ്വല്ലറിയുടെ തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു, ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലേ? അതായത് മതം പറഞ്ഞും മതനേതാക്കളെ മുൻനിർത്തിയും വ്യാപകമായ ക്രമക്കേട്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് പോലും നിരവധി ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇത്തരത്തിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും നഷ്ടമായതല്ലേ? KP സുരേഷ്, പണിക്കൂലി ഇല്ലാതെ സ്വർണം നൽകുന്നു എന്ന പേരിൽ വ്യാപകമായി പരസ്യ പ്രചരണങ്ങളടക്കം നടത്തിക്കൊണ്ടാണ് ഈ അൽ മുക്താദിർ ജ്വല്ലറി സംസ്ഥാനത്ത് കാലുറപ്പിക്കുന്നത്. വലിയ രീതിയിൽ അൽ മുക്താർ ജ്വല്ലറിയുടെ പരസ്യങ്ങൾ നാടും നഗരവുമെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. വ്യാപക പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന അൽ മുക്താർ ജ്വല്ലറി, തിരുവനന്തപുരത്ത് പനവള ജംഗ്ഷനിലെ അൽ മുക്താർ ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതുപോലെയുള്ള സമാനമായ 50ലധികം സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നത്. അൽ മുക്താദിർ ജ്വല്ലറി എന്ന പേരിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന അടക്കം
പറഞ്ഞുകൊണ്ട് അങ്ങനെ വിവിധ സ്വർണ്ണങ്ങൾ ലഭിക്കും, അതുമാത്രമല്ല പണിക്കൂലിയില്ലാതെ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണ്ണങ്ങൾ ലഭിക്കുന്നു എന്നതടക്കമുള്ള പരസ്യങ്ങൾ വ്യാപകമായി നടത്തിയിരുന്നു. അങ്ങനെ വ്യാപക പരസ്യങ്ങൾ നടത്തിക്കൊണ്ടാണ് അൽമുക്ത ജ്വല്ലറി തലസ്ഥാനത്തടക്കമുള്ള പല ജില്ലകളിലും, അതായത് സംസ്ഥാനത്തെ പല ജില്ലകളിലും ചുവടുറപ്പിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ നൽകുകയും ചെയ്തു. ഇതോടുകൂടി ജനങ്ങൾ എവിടേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അവരിൽ നിന്നും പണം അതോടൊപ്പം തന്നെ സ്വർണവും തട്ടിയെടുക്കുന്ന നിലയിലേക്ക് അൽമുക്ത ജ്വല്ലറി ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങാനെത്തുന്ന ആളുകളെ ഉപഭോക്താക്കളെ സമീപിച്ചുകൊണ്ട് അവരിൽ നിന്നും സ്വർണം വാങ്ങുന്നതിന് ആ സ്വർണത്തിൻ്റെ പണം ഈ ജ്വല്ലറിയിൽ സൂക്ഷിക്കാം, ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് സ്വർണം തരാം, അതും പണിക്കൂലിയില്ലാതെ കുറഞ്ഞ ചിലവിൽ സ്വർണം തരാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന നിലയിലേക്ക് ചെന്നു. ഏകദേശം 2000 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നാണ് നമുക്ക് അല്പസമയം മുമ്പ് നമ്മൾ പ്രശാന്ത് അത് തന്നെയാണ് നേരത്തെ ജനം ടിവിയോട് പ്രതികരിച്ച സാധാരണക്കാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പലരും മക്കളെ കെട്ടിക്കാൻ വെച്ച പണമാണ് ഇതിൽ നിക്ഷേപിച്ചത്, പലരും ചികിത്സയ്ക്കായി സ്വരൂപിച്ച് വെച്ച മറ്റ് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയാൻ ചെലവഴിക്കാൻ ഉപയോഗിച്ച പണമാണ് ഇതിലേക്ക് നിക്ഷേപിച്ചത്. പക്ഷേ അവരെയൊക്കെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ, ഇതിൻ്റെ മുതലാളിയായി കഴിഞ്ഞാലും ഇതിൻ്റെ മറ്റ് ബന്ധപ്പെട്ടവരായി കഴിഞ്ഞാലും ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണോ എല്ലാവരും നിക്ഷേപകരെല്ലാവരും എത്തിയിരിക്കുന്നത്? KP സംസ്ഥാനത്ത് 400-ലധികം FIRകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 400-ലധികം FIRകൾ വലിയ ഒരു സംഖ്യ തന്നെയാണ്. പക്ഷേ ഈ FIRകൾ രജിസ്റ്റർ ചെയ്യുന്നതിനിടയിലാണ് ഇതിൻ്റെ ഉടമ മൻസൂർ രാജ്യം വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ്, അതായത് ഇല്ലാത്ത വാഗ്ദാനം നൽകിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണം തട്ടിയെടുത്തതെന്നാണ് ഈ ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നത്. അതിൻ്റെ രീതി എന്ന് പറയുന്നത് വലിയ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അതായത് ഉപഭോക്താക്കൾ കടയിലെത്തുമ്പോൾ കടയിൽ നിന്ന് അവരെ ക്യാൻവാസ് ചെയ്യാനടക്കം, അതായത് ഒരു ഷോപ്പിൽ, ഒരു ജ്വല്ലറി ഷോപ്പിൽ ഉൾക്കൊള്ളാവുന്നതിൽ പരമാവധി അംഗങ്ങളെ അവിടെ നിർത്തിയിരുന്നു, അതായത് ജീവനക്കാരെ നിർത്തിയിരിക്കും. ആ ജീവനക്കാർ ഈ സ്വർണം വാങ്ങാനെത്തുമ്പോൾ അവർ ഈ ഉപഭോക്താക്കളെ സമീപിക്കുകയും ഇപ്പോൾ ശ്രീ തർഷീദ് കോട്ടൂൾ, ഓൾ കേരള അൽ മുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തർഷീദ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമായാണ് രംഗത്ത് വന്നത്. സാധാരണക്കാരായ ആൾക്കാർക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി സ്വരൂപിച്ച് വെച്ച പണമടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത്, മോഹന വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ ഇപ്പോൾ അവരെയൊന്നും കാണാനില്ല. എല്ലാ ഷോറൂമുകളും അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലുമാണ്. എങ്ങനെ കാണുന്നു സാർ? ഈ പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുന്നു എന്ന് പറഞ്ഞതിലാണ് ഇതെല്ലാ ആൾക്കാരും അവരുടെ ഈ കെണിയിൽ പെട്ടുപോയത്. അതായത് നമുക്കിപ്പോൾ അറിയാം, ഏത് ജ്വല്ലറിയിൽ പോയാലും 18 മുതൽ 20 ഓരോ ഗോൾഡിന്റെയും മോഡൽ അനുസരിച്ച് എല്ലാ ജ്വല്ലറികളും പണിക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇത് മുക്തദിറിന്റെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഏത് മോഡൽ എടുത്തിരുന്നാലും പണിക്കൂലി ഇല്ലാതെ അവർ സ്വർണം നൽകാമെന്ന ഒരു വാഗ്ദാനത്തിലാണ് അനേകം പാവങ്ങൾ ഇതിൽ പെട്ടുപോയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ പെട്ടത് മാത്രമല്ല, അവരെല്ലാം വലിയ സാമ്പത്തിക തട്ടിപ്പിലാണ്, വലിയൊരു ചീറ്റിങ്ങിലാണ് അവർ പെട്ടുപോയിരിക്കുന്നത്. ഈ രീതിയിൽ ഇവരുമായി ഗോൾഡിന് വേണ്ടി ബുക്ക് ചെയ്യുകയും അത് അവരുടെ ആ പീരീഡിനനുസരിച്ച് ഇവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുകയും ഇപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ഉത്തരവാദിത്വപ്പെട്ട ആരും ഇതിന് എന്ന് കൊടുക്കുമെന്നോ അവരുടെ മെച്യൂർ പീരീഡ് ആയിട്ട് പോലും. ശ്രീ തർഷീദ്, ഇവിടെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി ആൾക്കാർ രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വഞ്ചന ആവർത്തിക്കപ്പെടുന്നത്? ഇവിടെ മതവും മതനേതാക്കളെയും മുൻനിർത്തിയുള്ള ഒരു പരസ്യ പ്രചാരണമാണ് അവർ നടത്തിയത്. അതിലാണോ ഈ സാധാരണക്കാരായ ആയിരക്കണക്കിന് പേർ വീണുപോയത്? ഒരു പരിധിവരെ അതായത് അങ്ങനെ തന്നെയാണ് സാർ. അതായത് വീടുകളിൽ കയറിയുള്ള ക്യാൻവാസിങ്ങും പരിചയക്കാരായ മതനേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാൻവാസിങ്ങും ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എങ്ങനെ നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നിട്ടിറങ്ങി സർക്കാർ മുഖ്യമന്ത്രിയുടെ മുന്നിലും അതുപോലെ പോലീസ് അധികാരികളുടെ മുന്നിലും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ പരാതികൾ മാസ് പെറ്റീഷനായിട്ടും അല്ലാതെയൊക്കെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ 150-ൽ പരം FIRകളായിട്ടുണ്ട്. അതുമായിട്ടുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നിൽ തന്നെയാണ് സാർ. ഇവിടെ നിരവധി പരാതികൾ പോലീസിന് ഇതുവരെ ഇതിനകം ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണം ഏത് തരത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. അത്തരത്തിലാണ് വമ്പൻ ആണ് ഇതിന്റെ പിന്നിലുള്ള ഒരു വൻ റാക്കറ്റ് എന്ന് തന്നെ ഇതിന് പറയാം. വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ മൻസൂർ അബ്ദുൽ സലാം. സാർ, ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം തട്ടിപ്പ്, അതായത് ഇപ്പോൾ നമ്മളെല്ലാം സർക്കാർ പറയുന്നതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ബിസിനസ് അറിയാവുന്നവരുമായി ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും അത്തരം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ പാലിച്ചുകൊണ്ടും വളരെ ഉന്നത നേതൃത്വങ്ങൾ, എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ഉന്നത നേതൃത്വങ്ങളും മതപണ്ഡിതന്മാരും ഇവരുടെ ഷോപ്പുകൾ ഉദ്ഘാടനത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതുമാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാ മുൻ പേജുകളിൽ ഇദ്ദേഹത്തിന്റെ ഷോപ്പുകളുടെ എല്ലാ പരസ്യവും, അതും സാധാരണക്കാരായ അനേകം പേരെ ഇതിൽ വഞ്ചിതരാകാൻ ഒരു പരിധിവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം വളരെ അത്യാവശ്യമാണ് സാർ. ഇത്തരം ഒരു ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നവർ പറ്റിക്കപ്പെടുന്നില്ല എന്നത് സർക്കാർ വളരെ മുന്നിൽ നിന്ന് നോക്കിക്കാണേണ്ടതും അത്തരക്കാരെ സർക്കാർ ഇതിനു വേണ്ടി ഈ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഒരു മേൽനോട്ടം വഹിക്കേണ്ടതും സർക്കാരിന്റെ ഒരു കടമയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ തർഷീദ് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ശ്രീ തർഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മതത്തെയും മതനേതാക്കളെയും മുൻനിർത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ നിരവധി പേർ കണ്ണുമടച്ച് ഈ ഒരു തട്ടിപ്പിൽ വീണുപോയത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? KP പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നായി, പല ജില്ലകളിൽ നിന്നായി FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 400-ലധികം FIRകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ജ്വല്ലറി ഉടമയായ മൻസൂറിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഈ തുടക്കം മുതൽ തന്നെ, അതായത് പണം തട്ടിയെടുത്തുകൊണ്ട് തന്നെ മൻസൂർ രാജ്യം വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിദേശത്ത് ദുബായിൽ ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടേക്ക് കടന്നു കളഞ്ഞതായിട്ടാണ് ഈ ഉപഭോക്താക്കൾ തന്നെ നമ്മളോട് പറഞ്ഞത്. ആദ്യം തന്നെ പരാതി നൽകിയെങ്കിൽ പോലും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു വീഴ്ച വന്നിരുന്നു. ആ വീഴ്ച വന്നതാണ് ഇത്തരത്തിൽ സംഭവം ഈ പ്രതി മൻസൂർ നാട് വിട്ടുപോകുന്നതിന് അടക്കം കാരണമായി തീർന്നത്. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ്. 2000 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേരുടെ സ്വർണവും പണവും നഷ്ടപ്പെട്ടത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൽ സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ള ജനങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മറ്റ് ജില്ലകളിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ഉപഭോക്താക്കൾക്കും വലിയ രീതിയിലുള്ള പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പ്രശാന്ത്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ഈ നേരത്തെ പ്രതികരിച്ച തർഷീദ് അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പള്ളിയിലെ ഉസ്താദുമാരടക്കം ഈ ഒരു പ്രലോഭനത്തിന്റെ ഭാഗമായിരുന്നു. അവരടക്കം വാഗ്ദാനം നൽകിയത് കൊണ്ട് തന്നെയാണ് പലരും ഇതിൽ പണം നിക്ഷേപിച്ചത്. ഇവിടെ ഈ ഉസ്താദുമാരായി കഴിഞ്ഞാലും മതനേതാക്കന്മാരായി കഴിഞ്ഞാലും അവർ ഇപ്പോൾ എന്ത് പ്രതികരണമാണ് നൽകുന്നത്? KP അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ തട്ടിപ്പിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈ അൽമുക്താദ് ജ്വല്ലറി സംസ്ഥാനത്ത് ചുവടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചൊരു പ്രചരണം നടത്തിയിരുന്നു. ആ പ്രചരണം നടത്തുകയും അതിന് അനുബന്ധമായിട്ട് അവർ, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഈ വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ശ്രീ ജാഫർ കുട്ടി ഇതിന്റെ കൺവീനർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജാഫർ കുട്ടി, നേരത്തെ തഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ രീതിയിലുള്ള പരാതികളാണിപ്പോൾ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഈ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും വെളിയിൽ തന്നെയാണ്. അവരെ ഒന്ന് തൊടാൻ പോലും സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഈ തട്ടിപ്പ് കേരളത്തിൽ നടാടെയല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പ് ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആടുമാഞ്ചിയത്തിൽ തുടങ്ങി, ടോട്ടൽ ഫോർ യു തുടങ്ങി ഇങ്ങോട്ട്
പകുതി വില, നിരവധി സംരംഭങ്ങൾ ഉണ്ടായിട്ട് തട്ടിപ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അൽമുക്തദീറിൽ നടന്നത് ഒരു ബൃഹത്തായ ഗൂഢാലോചന കൂടെയാണ്. ഈ മുതലാളിയുടെ കൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറച്ച് മാനേജർമാരും മറ്റ് ഈ ജീവനക്കാരും ഒക്കെ കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മതത്തെ ദുരുപയോഗം ചെയ്ത് പുരോഹിതന്മാരെ പാട്ടിലാക്കി ഒക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുപോലെ വളരെ പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള, അതായത് കല്യാണാവശ്യത്തിന് സ്വർണം വാങ്ങാൻ ചെന്നവരെ പോലും കല്യാണത്തിന് 1-2 മാസമുണ്ടെങ്കിൽ അത്രയും ദിവസം ഈ പൈസ അവിടെ വെച്ചേക്കാനും അതിനവർക്ക് ലാഭം കൊടുക്കാമെന്നും കൂടുതൽ സ്വർണം വന്ന് കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് തട്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതില് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് ഒരു പതിറ്റാണ്ട് കൊണ്ട് സമൂഹത്തിലാകെ സംരംഭങ്ങൾ നടത്തണം എന്നുള്ളൊരു താല്പര്യം വന്നിട്ടുണ്ട്. അത് സംരംഭകർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും. പക്ഷേ ശ്രീ ജാഫർകുട്ടി, താങ്കൾ പറഞ്ഞത് സത്യമാണ്. കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള വഞ്ചനകൾ, തട്ടിപ്പ് കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സാധാരണക്കാരായ ജനങ്ങളടക്കം ഇതിലേക്ക് വീണുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പ്. ഇവിടെ മതം പറഞ്ഞും മതനേതാക്കളെ മുൻനിർത്തിയും ഈ തട്ടിപ്പ് നടത്തുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരത് വിശ്വസിച്ചു പോവുക സ്വാഭാവികമാണ്. എന്ത് നടപടിയാണ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്? ഒരു നീതി ഉറപ്പായി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പൊതു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സംരംഭങ്ങൾ നടത്തണമെന്നും നിക്ഷേപങ്ങൾ നടത്തണമെന്നും തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കണമെന്നും ഡെഡ് മണി പോലെയുള്ള സ്വർണമൊക്കെ ഉക്കുമെങ്കിൽ മാർക്കറ്റിലിറക്കി അത് ലാഭമുണ്ടാക്കണമെന്നും പൊതുധാരണ, ഒരു ബോധം മലയാളം കൂടുതലായി വന്നു, നേരത്തെ ഉള്ളത് തന്നെ. അപ്പോൾ ഇതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും അതല്ലാതെ തന്നെ ഈ കുറ്റങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് മലയാളികൾ ഇങ്ങനെ ഇത്തരം ട്രാപ്പിലേക്ക് വീഴ്ന്നു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു അന്വേഷണം നടത്തണമെന്നും ഈ കുറ്റവാളികളെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ഈ തട്ടിക്കപ്പെട്ട പണം അവർക്ക് തിരിച്ചു നൽകണമെന്നും അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ഒരാൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ തടുക്കാനൊരു നിയമനിർമ്മാണം വേണം എന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജാഫർകുട്ടി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന്. പ്രശാന്ത്, അത് തന്നെയാണ്, നിരവധി പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഇപ്പോഴും നിരവധി ആൾക്കാർ രംഗത്ത് വരുന്നു. ഈ ജ്വല്ലറിയുടെ എല്ലാ ശാഖകളും പൂട്ടിക്കിടക്കുന്നു. ഇതിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഇവരൊക്കെയും രക്ഷപ്പെട്ട ഒരവസ്ഥയിലാണ്. അതായത് 2000 കോടി രൂപ കവർന്നെടുത്തുകൊണ്ട്, അത് സാധാരണക്കാരായ ആൾക്കാരിൽ നിന്നും പല വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. കൃത്യമായൊരു ഇടപെടലാണ് പോലീസ് സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും അത്രത്തോളം ജാഗ്രത ഉണ്ടായിട്ടില്ല, ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് വരുന്നത്, അല്ലേ? KP സുരേഷ്, തീർച്ചയായും ഈ വിഷയത്തിൽ ഇത്രയും അധികം കോടികൾ തട്ടിയെടുത്തപ്പോൾ ആ വിഷയത്തിൽ കാണിക്കേണ്ട ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 400-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ആ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച ഉദാസീനതയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തലുണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇസ്ലാം മത വിശ്വാസികൾ താമസിക്കുന്ന സ്ഥലം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവരുടെ വിശ്വാസത്തെ കൂടി മുതലെടുത്തുകൊണ്ടാണ് ഇത്രയധികം കോടികൾ തട്ടിയെടുത്തുകൊണ്ട് മൻസൂർ നാടുവിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ മദ്രസകളിലെ ഉസ്താദ്മാരെ ഉപയോഗിച്ചുകൊണ്ടും ഇത് തങ്ങളുടെ സ്ഥാപനമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, നല്ലതിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപഭോക്താക്കളായിട്ടുള്ള സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഉസ്താദുമാരും അല്ലെങ്കിൽ ഈ മതനേതാക്കന്മാരും ഇത് അറിയണമെന്നില്ല, ഈ തട്ടിപ്പുകാരൻ്റെ ഉദ്ദേശം അറിയണമെന്നില്ല, അവരെ കൂടി ചിലപ്പോൾ വഞ്ചിച്ചുകൊണ്ടായിരിക്കാം ഈ തട്ടിപ്പ് നടത്തിയത്. എന്തായാലും അതിന് ഒരു കാരണമായിട്ട് ഇത് വിശ്വാസത്തെ കൂടി, ഇസ്ലാമിക മത വിശ്വാസത്തെ കൂടി ഉപയോഗിച്ചു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. അതിലൂടെ തന്നെയാണ് സാധാരണക്കാരായ ആൾക്കാരെ, കാരണം ഏറ്റവും കൂടുതൽ ഈ സ്വർണം. പ്രശാന്ത്, ഈ മത നേതാക്കളും മതവും ഇടപെട്ട സ്ഥിതിക്ക് നേരത്തെ പ്രതികരിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ ചില ഉന്നതരടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ പോലീസ് സംവിധാനങ്ങളിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നത്?
KP അത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ കൃത്യതയില്ല. എന്തായാലും അതുകൂടിയാവണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിയെടുക്കാൻ വൈകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും നേരത്തെ പറഞ്ഞത് കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്തിയത്, ആ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് മതം എന്ന രീതിയിൽ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള രീതികളിലേക്ക് പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഈ അൽ മുക്താദർ ജുവലറിയുടെ ഉടമ മൻസൂറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ജീവനക്കാരെ നിയോഗിക്കുകയും ഒരു സ്ഥാപനത്തിൽ തന്നെ നിരവധി ജീവനക്കാർ, അതായത് 50-ലധികം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതിക്കാരൻ തന്നെ നമ്മളോട് പറയുന്നത്. അങ്ങനെ നിരവധി ജീവനക്കാരെ നിയോഗിക്കുകയും ഇതിനായി വേണ്ടി ഈ ഉദ്യോഗസ്ഥ, അതായത് ഈ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ പ്രശാന്തിലേക്ക് ഇപ്പോൾ ശ്രീ ഉബൈദ് മുഹമ്മദ് ചെയർമാൻ, അക്ഷൻ കമ്മിറ്റി ചെയർമാൻ നമ്മളൊപ്പം ശരിയാണ്. ശ്രീ ഉബൈദ് മുഹമ്മദ്, വലിയ രീതിയിലുള്ള പരാതികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിയമ നടപടികളുമായി മറ്റു നടപടികളുമായി ഈ തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതേ തുടർന്ന് ഞങ്ങൾ CM-നെയും DGP-യെയും നാളെ വീണ്ടും കാണുന്നുണ്ട്. പരാതി അവർക്ക് സമർപ്പിച്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ആദ്യപടി തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ED-യെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ ഓരോ പ്രദേശത്തും ഈ ജുവലറിയുടെ ഷോപ്പിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാനും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ കേസ് കൊടുത്തിട്ടുള്ള പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. ആ കേസുകൾ ഊർജിതപ്പെടുത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനുമാണ് ഞങ്ങളുടെ തീരുമാനം. അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ബന്ധപ്പെട്ടവരെ കാണും, കൃത്യമായ രീതിയിൽ ഈ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? വേറെ ഒരു മാർഗമില്ല. നിരപരാധികളും നിസ്സഹായരുമായ ആൾക്കാരാണ്. ഇതില് 1 ലക്ഷം മുതൽ കോടികൾ വരെ നിക്ഷേപിച്ച ആൾക്കാരുണ്ട്. അവരുടെ ആരുടെയും പൈസ ഇതുവരെ അവൻ 1 രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇട്ടവര്, കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം ബുക്ക് ചെയ്തവര്, ഇങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളതിൽ ബഹുഭൂരിപക്ഷവും. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഞങ്ങൾ ഇവന്റെ ട്രിവാൻഡ്രത്തുള്ള അൽ ഷുക്കൂർ എന്ന് പറയുന്ന ഷോപ്പിൽ 2 മാസത്തിലേറെയായി 16 കുടുംബങ്ങൾ സത്യാഗ്രഹമിരിക്കുകയാണ്. രാപ്പകൽ സത്യാഗ്രഹം. അവരവിടെ വെള്ളമില്ല, വെളിച്ചമില്ല. അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ട് രാപ്പകൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഏതാണ്ട് 42ഓളം ആൾക്കാർ അവിടെ സമരമിരിക്കുകയാണ്. അവന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ഞങ്ങള് ധാരണ നടത്തിയ ദിവസം അവിടെ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത്. ആ മാർച്ച് ആരംഭിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഇത് ഒന്നുകിൽ ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം, അതല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങളിവിടെ സമരമിരിക്കുമെന്നാണ് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. അത്രയധികം ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഭയമാണ് അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഞങ്ങൾ CM-നെ കണ്ട് ഈ വിവരങ്ങളൊക്കെ അവരെ ബോധിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഷോപ്പ് സന്ദർശിച്ചാൽ അറിയാൻ പറ്റും അവരുടെ ദുരവസ്ഥ. വളരെയധികം നന്ദി ശ്രീ ഉബൈദ് മുഹമ്മദ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, പറയാം. KP സുരേഷ്, വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഈ അൽ മുക്താദ് ജുവലറി കേന്ദ്രീകരിച്ച് നടന്നത്. നാടും നഗരവും അടക്കി തട്ടിപ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും കോടികൾ, നമുക്കറിയാം പലതരത്തിലുള്ള ഇത്തരത്തിൽ ക്യാൻവാസിംഗ് നടത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആട് മാഞ്ചിയ മുതലുള്ള പലതരത്തിലുള്ള തട്ടിപ്പ്. അതിന് സമാനമായിട്ട് വീണ്ടും ഈ ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടൊരു തട്ടിപ്പ് കൂടിയാണ് ഈ ഇപ്പോൾ അൽ മുക്താദ് ജുവലറി നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ, അതായത് ഒരു നഗരം കേന്ദ്രീകരിച്ച് തന്നെ ഒന്നിലധികം ഷോപ്പുകൾ, ജ്വല്ലറികൾ തുറക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം ജ്വല്ലറികൾ തുറക്കുകയും ഇതിലൂടെ തട്ടിപ്പുകൾ വ്യാപിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൽ വീണുപോയത്, ഈ തട്ടിപ്പിന് ഇരയായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വരുക്കൂട്ടിയ പണം, ആ സ്വരുക്കൂട്ടിയ പണമാണ് ജ്വല്ലറി ഉടമ തട്ടിയെടുത്തത്. തട്ടിയെടുത്തുകൊണ്ടാണ് ഈ
നാട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. 2000 കോടി രൂപയിലെ അധികം രൂപ, 2000 കോടിക്ക് മുകളിൽ, അതായത് സംസ്ഥാനം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വലിയ രീതിയിലായിരുന്നു ഇതിൻ്റെ പരസ്യ പ്രചരണങ്ങൾ അടക്കം നടന്നത്. പണിക്കൂലി രഹിത സ്വർണം എന്ന പേരിൽ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന, അതായത് പണിക്കൂലി രഹിത സ്വർണം തരുന്നു എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. അതിനൊപ്പം തന്നെ ഈ സ്വർണം വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കളെ ക്യാൻവാസിങ് ചെയ്യുകയും അവരുടെ പണം വാങ്ങി വെച്ചതിന് ശേഷം പണം ഇവിടെ ഇരിക്കട്ടെ, അതിന് പലിശ നൽകാം, അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വർണവും തരും, ആ സ്വർണവും പണിക്കൂലി രഹിതമായിട്ടുള്ള സ്വർണവും തരും. സ്വർണത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്വർണം ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ തുക ഇവിടെ അൽ മുക്താർ ജ്വല്ലറി ഏറ്റുവാങ്ങുകയും ആ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിന് പലിശ ഇനത്തിൽ ഒരു പലിശ തുക എല്ലാ മാസവും നൽകാമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1-2 മാസങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇവർക്ക് ഈ പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് വിശ്വാസം വർദ്ധിപ്പിക്കുകയും അതിലൂടെ പ്രചരണം വീണ്ടും നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് മറ്റു മാർഗങ്ങൾ കൂടി ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ഓരോ സ്ഥലത്തു നിന്നും ഒന്നിലധികം ഷോപ്പുകൾ തുറന്നുകൊണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഇത് വിശ്വസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം കൂടി ഇവർ ചൂഷണം ചെയ്തുകൊണ്ട് അതിന് ഉപോത്ബലകമായിട്ട് തന്നെ മറ്റ് മതനേതാക്കളെ അടക്കം ഉസ്താദുമാരെ അടക്കം ഇതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ പരാതിയുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂറായി പണം സ്വീകരിച്ച് ജ്വല്ലറി ഉടമ 2000 കോടിയിലേറെ രൂപ തട്ടിയെടുത്തിരിക്കുകയാണ്. മതം പറഞ്ഞും മതനേതാക്കളെ ഉപയോഗിച്ചുമാണ് വ്യാപകമായ ഈ ഒരു തട്ടിപ്പ് നടത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.